നമസ്കാരം, എല്ലാവർക്കും രശ്മി സാരി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു മസാല കപ്പലണ്ടി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് കാണാം. അതിനു വേണ്ടിയിട്ട് തൊലിയോട് കൂടിയിട്ടുള്ള വറുക്കാത്ത കപ്പലണ്ടി 1.25 കപ്പ് എടുത്തിട്ടുണ്ട്, 200 ഗ്രാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് 4 വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ 2 നുള്ളു കായം പൊടിയും, പിന്നെ എരിവിനും നല്ലൊരു കളറിനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് കൈകൊണ്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ പൊടിയുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കടലയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർത്തതുകൊണ്ട് ആ ഒരു നനവിന് തന്നെ പൊടികളൊക്കെ കടലയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്തതും കൂടെ ചേർക്കുകയാണ്. ഇത് നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. ഏതരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം, പുട്ടിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം, അതല്ലെങ്കിൽ വറക്കാത്ത പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തു. അതിനുശേഷം വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മസാലയൊക്കെ കടലയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്കും കപ്പലണ്ടി വറുത്ത് വരാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. എണ്ണ ഒരു മീഡിയം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒഴിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതല്ല ഒരുമിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കട്ട പിടിക്കുന്നില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. പച്ചക്കപ്പലണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 6-7 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ മസാല മാത്രം വേഗമായി വരും, കപ്പലണ്ടി അതേപോലെ തന്നെ മൂക്കാത്ത കിടക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇട്ടിട്ട് 6-7 മിനിറ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ടാകും. ഇനി അഥവാ വെന്തിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ കോരിയെടുക്കാം. അതുപോലെ കോരുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് ഇപ്പം തന്നെ നമുക്ക് കേൾക്കാനും പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വറുത്ത കപ്പലണ്ടി ഉപയോഗിച്ചിട്ട് ഇതേപോലെ മസാല കപ്പലണ്ടി ഉണ്ടാക്കിയെടുക്കാം. വറുത്ത കപ്പലണ്ടി എടുക്കുന്ന സമയത്ത് ഇതേപോലെ കുറേ സമയം എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണ്ട, പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു സെറ്റും ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ കപ്പലണ്ടിയും വറുത്ത് കോരിയെടുക്കാം. കുറച്ച് എണ്ണയാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് 3-4 പ്രാവശ്യമായിട്ടാണ് വറുത്ത് കോരിയത്. കൂടുതൽ എണ്ണയും പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ മസാല കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ ഉപ്പ് എരിവൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാൻ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും മുളക് പൊടി ഒന്ന് തൂവി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും അതേപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി നല്ല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് പിരിയമുളക് പൊടി ചേർക്കരുത്, സാധാരണ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കഴിച്ച് നോക്കുമ്പോൾ ഉപ്പ് എരിവൊക്കെ ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, വേണ്ടെങ്കിൽ ഒഴിവാക്കി വെക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മസാല കപ്പലണ്ടി വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.